ഓമിത്യേതക്ഷരമിദം സർവം തസ്യോപവ്യാഖ്യാനം ബഹുദം ഭവദ്ഭവിഷ്യതി സർവം ഓംകാര ഏവ യച്ഛാന്യത്ര കാലാതീതം തദപ്യോംകാര ഏവ. സർവം ചേതദ്ബ്രഹ്മായമാത്മാ ബ്രഹ്മ സ്വയമാത്മാ ചതുഷ്പാദ്. ജാഗരിതസ്ഥാനോ ബഹിപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖ സ്ഥൂലഭുക് വൈശ്വാനര പ്രഥമപദഃ. സ്വപ്നസ്ഥാനോ അന്തഃപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖ പ്രവിവിക്തഭുക് തേജസോ ദ്വിതീയപാദഃ. യത്ര സുപ്തോ ന കഞ്ചന കാമം കാമയതേ ന കഞ്ചന സ്വപ്നം പശ്യതി തത്സുഷുപ്തം സുഷുപ്തസ്ഥാന ഏകീഭൂതപ്രജ്ഞാനഘനേവ ആനന്ദമയോ യാനന്ദഭുക് ചേതോമുഖപ്രാജ്ഞസ്തൃതീയപാദഃ. ഏഷ സർവേശ്വര ഏഷ സർവജ്ഞേഷ അന്തര്യാമി ഏഷ യോനിഃ സർവസ്യ പ്രഭവപ്രിയോ ഹി ഭൂതാനാം. നന്ദപ്രജ്ഞം ന ബഹിപ്രജ്ഞം നോ ഭേദപ്രജ്ഞം ന പ്രജ്ഞാനഘ്നം ന പ്രജ്ഞം ന അപ്രജ്ഞം അദൃശ്യം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണമചിന്യം അവ്യപദേശം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സ ആത്മാ സ വിജ്ഞേയഃ. സ്വയമാത്മാധ്യക്ഷരം ഓംകാരോ അധിമാത്രം പാദം മാത്ര മാത്രാശ്ച പാദാകാര ഉകാരോ മകാര ഇതി. ജാഗരിതസ്ഥാനോ വൈശ്വാനരോ അകാര പ്രഥമാ മാത്ര ആദിമത്വാദ് വാപ്നോതി വൈ സർവാൻ കാമാനാദിശ്ച ഭവതി. ഏവം വേദ സ്വപ്നസ്ഥാനത്തൈജസൗകാരോ ദ്വിതീയാ മാത്ര ഉത്കർഷാദുഭയത്വാ ഉത്കർഷരിഹ വൈ ജ്ഞാനസന്ധതി സമാനശ്ച ഭവതി നാസ്യ ബ്രഹ്മവിത് കുലേർഭവതി. ഏവം വേദ സുഷുപ്തസ്ഥാനപ്രാജ്ഞമകാര തൃതീയാ മാത്രാമിതിരപീതിർവാ
വിനോദിഹവായിനം സർവം അഭീതിസ്യ ഭവതി യവം വേദ മാത്രശ്ചതുർത്ഥോ വ്യവഹാരിക പ്രപഞ്ചോപശം ശിവാദ്വൈതൈവം ഓംകാര ആത്മൈവ സംവിശതി ആത്മാനം ഏവം വേദ. ആലാദശാന്തി പ്രകടനത്തിൽ 67-ാമത്തെ കാര്യം. ഉഭേഹി അന്യോന്യദൃശ്യേതേ കിം തദസ്തീതി നോച്യതേ ലക്ഷണാശൂന്യമുഭയം തന്മത്തേനൈവ ഗൃഹ്യതേ. ജീവചിത്തേ ഉഭേ ചിത്ത ചൈത്യത്തെ അന്യോന്യദൃശ്യേ ഇതരേതരഗമ്യേ ജീവാദിവിഷയാപേക്ഷം ഹി ചിത്തം നാമ ഭവതി ചിത്താപേക്ഷം ഹി ജീവാദിദൃശ്യം അർഹത്തെ അന്യോന്യദൃശ്യം. ഇവിടെ നമ്മൾ പറഞ്ഞത് ഒന്ന് ചിത്തം, മറ്റൊന്ന് ചൈത്യം. ചിത്തിന്റെ പേരാണ് ചിത്തം. ചിത്തിന്റെ വിഷയങ്ങളെല്ലാം ചൈത്യം. ചിത്തിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നത് ചൈത്യം എന്നാണ്. അല്ലെങ്കിൽ ചിത്തിനാൽ അറിയപ്പെടുന്നത് ചൈത്യം. ചൈത്യ ശബ്ദത്തിന് വേറെ അർത്ഥമുണ്ട്, പക്ഷെ ഇവിടെ അതാണ്. ഈ ചിത്തചൈത്യങ്ങൾ ഇതരേതര ഗമ്യമാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. അന്യോന്യ ദൃശ്യമാണ്. സാധാരണ ചിത്തത്തെയും ചൈത്യത്തെയും കുറിച്ച് പ്രധാനമായിട്ട് രണ്ട് കാഴ്ചപ്പാടാണ്. എല്ലാ തത്വചിന്തകന്മാരും പറയുന്നു. ഒന്നെന്താണോ, ചൈത്യം, അതായത് വിഷയം, അതിനെ ആശ്രയിച്ചിട്ട് ചിത്തം പ്രകാശിക്കുന്നു. വിഷയത്തെ ആശ്രയിച്ച് അറിവുണ്ടാകുന്നു എന്നും പറയാം. എന്ന് പറയുമ്പോൾ എന്താണ് ഇത് പറയുന്നത്? അറിവിനെ ആശ്രയിക്കാതെ നിരപേക്ഷമായി തന്നെ വസ്തു നിലനിൽക്കുന്നു. അതാണ് ഒരു കാഴ്ചപ്പാട്. വസ്തുവിന്റെ നിലനിൽപ്പിന് അത് അറിവിനെ അപേക്ഷിക്കുന്നില്ല. അതൊന്നും. മറ്റൊന്ന് പറയുന്നത് എന്താണ്? ആദ്യം പറഞ്ഞാണ് ഭൗതികവാദം. ഭൗതികവാദം എന്ന് പറയുന്നതിന്റെ ചുരുക്കം അതാണ്. വസ്തു സ്വതന്ത്രമാണ്. അതിന്റെ നിലനിൽപ്പിന് അതിന് അറിവിനെ ആശ്രയിക്കണ്ട എന്ന് പറഞ്ഞാൽ അത് ഭൗതികമായ ചിന്തമാണ്. മറിച്ച് ആത്മീയവാദത്തിൽ എന്താണ് പറയുന്നത്? ചിത്തത്തെ ആശ്രയിച്ച് വസ്തു വയ്ക്കുന്നു. ചിത്തം സ്വതന്ത്രമാണ്. നമ്മളത് മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ ഒരു മൂന്നാമത് പക്ഷം പറയുന്നതുകൊണ്ടാണ് അതിനെ നമ്മൾ പറയുന്നത്. ചിത്തം സ്വതന്ത്രമാണ്, വസ്തു സ്വതന്ത്രമല്ല.
ആ ചിത്തത്തെ ആശ്രയിച്ചേ വസ്തുവിന് നിലനിൽപ്പുള്ളൂ എന്നാണ്. അതാണ് സാധാരണ ആത്മീയവാദം, പ്രത്യേകിച്ചും അദ്വൈതത്തിനും മറ്റും പറയുന്നു. ഇവിടെ ഇത് രണ്ടിൽ നിന്നും വേറിട്ട് മൂന്നാമതൊരു പക്ഷം പറയുകയാണ്, അജാതവാദത്തിൽ. എന്താണിത്? അന്യോന്യ ആശ്രയമാണ്. അതാണ് പറയുന്നത് ജീവാദി വിഷയാപേക്ഷം ഹി ചിത്തം. ഇവിടെ രണ്ടിനെ സ്വീകരിക്കുന്നു. ഈ രണ്ടിനെ സ്വീകരിക്കുന്നത് ഈ രണ്ടിനെയും കേവലം അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. ഭൗതികവാദി പറയുന്നത് പോലെ എന്താണ്? വസ്തു സ്വതന്ത്രമാണ്, അസ്വതന്ത്രമായ വസ്തുവിനെ ആശ്രയിച്ച് അറിവുണ്ടാകുന്നു, അതിനിവിടെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടല്ല. മറിച്ച് അറിവ് സ്വതന്ത്രമാണ്, അറിവിനെ ആശ്രയിച്ച് അറിവിനെ അപേക്ഷിച്ച് വസ്തുക്കൾ നിലനിൽക്കുന്നുള്ളൂ. ഇതിനെ മാത്രം സമർത്ഥിക്കാനുണ്ട്. ഇവിടെ പറയുന്നത് എന്താണ്? അന്യോന്യ ദൃശ്യമാണ്. ഉഭേ അന്യോന്യ ദൃശ്യേ എന്നുവെച്ചത് പരസ്പരം അപേക്ഷിക്കുന്നു എന്നാണ്. ചിത്തം വിഷയങ്ങളെ അപേക്ഷിക്കുന്നു എന്നും പറയാം, വിഷയം ചിത്തത്തെ അപേക്ഷിക്കുന്നു എന്നും പറയാം. നമ്മൾ മുമ്പ് പറഞ്ഞ ഭൗതികവാദത്തെ ആത്മീയവാദത്തെ രണ്ടിനെയും ആണ് സ്വീകരിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് രണ്ടിനെയും സ്വീകരിക്കുന്നത്? കാരണം അടുത്ത് വരുന്ന വരിയിൽ പറയും ചിത്തസ്പന്ദനമാണ് അറിവും വസ്തുവും. ചിത്തവും ചൈത്യവും രണ്ടും ചിത്തസ്പന്ദനമാണ്, ചിത്തിന്റെ സ്പന്ദനമാണ്. ഒരേ ചിത്ത് തന്നെ രണ്ടായി സ്പന്ദിക്കുന്നു. സ്പന്ദിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ടായി പ്രതീതമാകുന്നു, രണ്ടായി അനുഭവപ്പെടുന്നു, അറിവായും വസ്തുവായും. ഇവിടെ അദ്വൈതത്തെ ബോധിപ്പിക്കുകയാണ്. ഒന്ന് തന്നെ രണ്ടായി അനുഭവപ്പെടുമ്പോൾ ഈ രണ്ടിലും ഒരു തരത്തിലും ഭേദം വരാൻ പാടില്ല. എന്നുവെച്ചാൽ ചിത്തത്തിൽ നിന്ന് വേറിട്ടൊരു വസ്തു എന്ന് പറഞ്ഞ് ഇതിനെ രണ്ടാക്കാൻ പറ്റില്ല. വസ്തുവിൽ നിന്ന് വേറിട്ടൊരു ചിത്തം എന്ന് പറഞ്ഞ് ഇതിനെ രണ്ടാക്കാനൊക്കത്തില്ല. ഒന്നിന്റെ തന്നെ പ്രതീതിയാണ്. അടുത്ത് പറയും തന്മതേനൈവ ഗൃഹ്യത്തെ. ഇതെല്ലാം ഒരു ചിത്തിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ അനുഭവത്തിൽ അറിവിന്റെ വിഷയങ്ങൾ എന്ന് രണ്ടായി പിരിഞ്ഞാണ് അനുഭവപ്പെടുന്നതെങ്കിലും അത് പരസ്പരം ആശ്രയിച്ചിരിക്കുന്നതാണ്. എന്തുകൊണ്ടത് ഒന്നായതുകൊണ്ട്. അറിയുന്നു ഇത് പുസ്തകം എന്നറിയുന്നു, ഇതൊരറിവാണ്. ഈ അറിവ് പുസ്തകം എന്ന് പറയുന്ന ആ വിഷയഭാഗം, വിഷയാംശം ഇല്ലെങ്കിൽ ഈ അറിവില്ല. പിന്നെ അങ്ങനെ ഒരു അറിവിന് നിലനിൽപ്പില്ല. കാരണം പുസ്തകം എന്ന് പറയുന്നതും അറിവിന്റെ തന്നെ ഒരു ഭാഗമാണ്. ഇത് പുസ്തകം എന്ന് നമുക്കൊരു അറിവുണ്ടാകുമ്പോൾ നമുക്കതിൽ നിന്നും ആ പുസ്തകത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. പുസ്തകത്തെ ഒഴിവാക്കിയിട്ട് അറിവിനെ മാത്രം എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അറിവ് നിലനിൽക്കില്ല. അതുപോലെ തന്നെ അതിൽ നിന്ന് അറിവിനെ മാറ്റി പുസ്തകത്തെ മാത്രം നിർത്താനും നമുക്ക് പറ്റുന്നില്ല. ഇത് പുസ്തകമാണെന്നുള്ള അറിവിൽ നിന്ന് നമ്മൾ അറിവിനെ അങ്ങ് മാറ്റുക, അത് കഴിയത്തില്ല. എന്നിട്ട് കേവലം പുസ്തകത്തെ എടുക്കുകയില്ല. കാരണം
പുസ്തകത്തിന് അറിവിനോട് ചേർന്ന് നിൽക്കാൻ പറ്റും. അപ്പോഴേ അറിവുള്ളൂ, ഇല്ലെങ്കിൽ അറിവില്ല. അപ്പോൾ പുസ്തകത്തിൽ നിന്ന് നമുക്ക് അറിവിനെ മാറ്റാൻ പറ്റുന്നില്ല, അറിവിൽ നിന്ന് പുസ്തകത്തെയും മാറ്റാൻ പറ്റുന്നില്ല. അത് നമുക്ക് പരസ്പര ആശ്രിതമായിട്ടാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അന്യോന്യ ദൃശ്യേ, ഒന്നും മറ്റൊന്നിനെ അപേക്ഷിച്ച് നിൽക്കുന്നു. ഇതിൽ നിന്ന് ഏതിനെ മാറ്റുന്നത്? ഒന്നിനെയും മാറ്റാൻ കഴിയുന്നില്ല. മാറ്റിയാൽ രണ്ടും മാറിപ്പോകും. നിങ്ങൾ മാറ്റണമെന്ന് ആഗ്രഹിക്കണ്ടേ? ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ വിഷയം പോവും, അറിവും പോവും. കാരണം ഇത് പുസ്തകം എന്നറിയുന്നു, അത് കഴിഞ്ഞ് അടുത്തറിയുന്നു ഇത് പേന. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന പുസ്തകവും ആ പുസ്തകം സംബന്ധിച്ചുള്ള അറിവും മാറി. പറയുന്നു എനിക്ക് പുതിയൊരറിവുണ്ടായി, മറ്റൊരറിവുണ്ടായി, വീണ്ടും മറ്റൊന്നു വന്നു. എങ്ങനെ? അതും പരസ്പരാശ്രിതമായിട്ടാണ്. പേന എന്ന് പറയുന്ന വസ്തുവിനെ ആശ്രയിച്ച അറിവ്, ആ അറിവിൽ നിന്നും മാറ്റാൻ വയ്യാത്ത രീതിയിൽ പേനയും വിഷയവും. ഇതാണ് നമുക്ക് അനുഭവപ്പെടുന്ന എല്ലാ അറിവുകളുടെയും സാമാന്യമായ നില. ഇതാണ്. ഒരു സ്ഥലത്ത് ഇതിന് നമുക്ക് മാറ്റം കാണാൻ പറ്റുന്നില്ല. ഇതിനെ മാറ്റാൻ ശ്രമിച്ചാലോ ഒന്നിനായിട്ട് മാറ്റാൻ പറ്റത്തില്ല, രണ്ടും പോകും. അങ്ങനെ ഓരോന്നിനായിട്ട് മാറ്റിക്കഴിഞ്ഞാലോ പിന്നെ സുഷുപ്തിയായി. അവിടെ ഇങ്ങനെ ഒരു അറിവേ നിലനിൽക്കുന്നില്ല. ജാഗ്രതത്തിലായാലും ശരി, സ്വപ്നത്തിലായാലും ശരി, ഒരറിവ് ഉണ്ടോ അറിവിനോട് ചേർന്ന് വിഷയവും വരും. ഒരു വിഷയമുണ്ടോ ആ വിഷയത്തെ പ്രകാശിപ്പിക്കുന്ന അറിവും വരും. അപ്പോൾ ഇത് അന്യോന്യ ആശ്രയമാണ്, ഇതരേതര ഗമ്യമാണ്. ഒന്നിനെ ആശ്രയിച്ചേ മറ്റൊന്ന് പ്രകാശിക്കുന്നുള്ളൂ എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. ആണ് ഇതരേതര ഗമ്യം എന്ന് പറയുന്നത്. ഒന്ന് മറ്റൊന്നിനെ പ്രകാശിപ്പിക്കുന്നു എന്നാണ്. പുസ്തകം അറിവിനെ പ്രകാശിപ്പിക്കുന്നു. നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്നത് എന്താണ്? അറിവ് പുസ്തകത്തെ പ്രകാശിപ്പിക്കുന്നു എന്നാണ്. ഇവിടെ പറയുന്നത് അത് പൂർണ്ണമായി ശരിയല്ല. അത് ശരിയാണ്, ഇതൊരു ഭാഗികമായ കാര്യമാണ്. അറിവ് പുസ്തകത്തെ പ്രകാശിപ്പിക്കുന്നു. പക്ഷെ മറിച്ച് പറയുന്നത് ശരിയാണ്. എന്താണ്? പുസ്തകം അറിവിനെ പ്രകാശിപ്പിക്കുന്നു. കാരണം ഇത് പുസ്തകമെന്ന് അറിയുമ്പോൾ ആ പുസ്തകത്തെ വിട്ടിട്ട് അറിവിന് നിൽക്കാൻ വയ്യ, അറിവിന് തനിയെ പ്രകാശിക്കാൻ വയ്യ. അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടാകുന്നില്ല. ഏതറിവ് ആയാലും ശരി, അവിടെ ഇനി ഒരു വിഷയത്തെക്കുറിച്ച് സ്പഷ്ടമായി ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇതം തത് അങ്ങനെ അനുഭവം ഉണ്ടാകും. ഇത് അത് ഏതെങ്കിലും തരത്തിലുള്ള വിഷയത്തിന്റെ സ്ഫുരണം അറിവിലുണ്ടായിരിക്കും. അപ്പോൾ വിഷയത്തെ ആശ്രയിച്ചാണ് അറിവ് പ്രകാശിക്കുന്നത്, അറിവിനെ ആശ്രയിച്ചാണ് വിഷയം പ്രകാശിക്കുന്നതെന്ന് രണ്ട് പറയുന്നതും ഇവിടെ തുല്യമാണ്. അതാണ് ഇവിടെ പറയുന്ന അന്യോന്യ ദൃശ്യേ. നമ്മൾ സാധാരണ കരുതിയിരിക്കുന്നത് പോലെ അറിവ് വിഷയത്തെ പ്രകാശിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, വിഷയം അറിവിനെയും പ്രകാശിപ്പിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പ്രത്യേകമായി പറയുന്ന കാര്യം. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഇതിൽ ഒരു തരത്തിലുള്ള ഒരു അഭേദത്വമുണ്ട്, ഏകത്വമുണ്ട്. എന്താണ് ഏകത്വം എന്ന് പറയുന്നത്? ആണ് മുമ്പ് പറഞ്ഞത്, ഒരേ ഒരു ചിത്തിന്റെ പരിണാമമാണിത് രണ്ടും. എന്ന് പറഞ്ഞാൽ ഇതിനെ രണ്ടിനെയും ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്താണ്. ആ ചിത്തത്തെ അടുത്ത് പറയും എന്താണ്? അത് അസംഗനാണ്, അത് തുര്യനാണ്. ഇതിനി പറയും. അപ്പോൾ തുര്യനാകുന്ന ആ ചിത്തിലെ
നിലനിൽക്കുന്നതാണ് ഇത് രണ്ടും. എന്താണ് ഈ അറിവും വിഷയവും? ഒരു ജലത്തിലെ രണ്ട് തരംഗങ്ങളെ പോലെ, അല്ലെങ്കിൽ ഒരു ജലത്തിലുണ്ടാകുന്ന രണ്ട് കുമിളകളെ പോലെ അതുപോലെ നിൽക്കുന്നു. അന്ന് ഉദാഹരണം പറയുന്നത് എന്താണ്? ഇത് രണ്ടും ഒന്നിന്റെ തന്നെയാണ്, ഒന്നിന്റെ തന്നെ പരിണാമമാണ്. ആ പരിണാമത്തിന് ഉദാഹരണം പറയുന്നതാണ്. ഒരു ജലത്തിലുണ്ടാകുന്ന രണ്ട് തരംഗങ്ങൾ ഒരു ജലത്തിന്റെ പരിണാമമാണ്. അത് രണ്ടായി നമുക്ക് അനുഭവപ്പെടുന്നു എങ്കിലും വാസ്തവത്തിൽ അത് ഒന്ന് തന്നെ. ഒരു ജലത്തിൽ രണ്ട് കുമിളകളുണ്ടായാൽ നമുക്ക് ആ രണ്ടിനും രണ്ട് ഭാവം തോന്നും. ഒന്നിൽ നിന്നും മറ്റൊന്ന് വേറെയാണെന്ന് തോന്നും. പക്ഷെ ജലം എന്നുള്ളതിലേക്ക് അത് ഒന്ന് തന്നെ. അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരേ ചിത്തിന്റെ തന്നെ പരിണാമമാണ്. പരിണാമം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രതീതി ആണ് ഈ ചിത്തവും ചൈത്യവും, അനുഭവവും വിഷയവും. അതുകൊണ്ട് ഇവിടെ ഈ ഭൗതികവാദവും ആത്മീയവാദവും രണ്ട് ശരിയാണ്. രണ്ടുപേര് പറയുന്നതും ഒരു കാര്യം തന്നെയാണ്. അന്യോന്യ ദൃശ്യങ്ങളാണ്. അപ്പോൾ ഫലത്തിൽ അതുകൊണ്ട് എന്തായി? ഫലത്തിൽ അദ്വൈതം സ്ഥാപിക്കുന്നു. കാരണം ഒരു ജലത്തിലാണ് അനേക തരംഗങ്ങൾ ഉണ്ടാകുന്നത്, അനേക കുമിളകൾ ഉണ്ടാകുന്നത്. ഫലത്തിൽ അത് ഒരു ജലം തന്നെയെങ്കിൽ അതാണ് അദ്വൈതം. ഇവിടെ ഇത് അന്യോന്യ സാപേക്ഷമെന്ന് പറയുന്നത് എന്തിനാണ്? നമ്മൾ ധരിക്കുന്നത് പോലെ ഇത് സ്വതന്ത്രമായി ഉണ്ടായി നശിക്കുന്നവയല്ല ഈ പറയുന്ന അറിവും ഈ പറയുന്ന വിഷയവും. രണ്ടിലും നമ്മൾ ഉത്പത്തി നാശങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അറിവിനെ സംബന്ധിച്ച് നമ്മൾ എന്താണ് പറയുന്നത്? എനിക്ക് മുമ്പൊരു അറിവുണ്ടായി, നശിച്ചുപോയി, എനിക്ക് അറിവില്ല, എനിക്കിനി അറിവുണ്ടാവേണ്ടതുണ്ട്. അപ്പൊ അറിവിന്റെ ഉത്പത്തി നാശങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അറിഞ്ഞത് നഷ്ടപ്പെട്ടു പോയി, അറിവ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. അറിവിനെ ആർജിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നു, എന്നിട്ട് പറയുന്നു എനിക്ക് അറിവുണ്ടായി. അതുപോലെ തന്നെ ബാഹ്യമായ വിഷയങ്ങളിൽ ഈ അറിവിനെ ആശ്രയിക്കാതെ തന്നെ വിഷയങ്ങളുടെ ഉത്പത്തി നാശങ്ങൾ, നമ്മുടെ ശരീരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുടെ ഉത്പത്തി നാശങ്ങളും അനുഭവിക്കുന്നുണ്ട്. അത് അറിവിനെ അപേക്ഷിക്കാതെ എന്നുവെച്ചാൽ വസ്തുവിൽ പരിണാമങ്ങൾ അനുഭവപ്പെടുന്നു. അതിന്റെ സ്ഥിതിയും വളർച്ചയും പരിണാമവും ക്ഷയവും നാശവും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ അറിവിന് സംഭവിക്കുന്നു. അറിവിന് നമ്മളിതൊക്കെ അനുഭവിക്കുന്നു. ക്ഷീണിച്ച അറിവ്, ദൃഢമായ അറിവ്, ഇങ്ങനെ അറിവിനും പരിണാമങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. ഇത് ജലത്തിൽ അനുഭവപ്പെടുന്ന തരംഗങ്ങളെ പോലെയാണ്. എന്താണ്? അത് ജലത്തിൽ നിന്ന് വേറെയല്ല, ജലം മാത്രമാണ്. അതുപോലെ അറിവിലും വിഷയത്തിലും ചിത്തത്തിലും ചൈത്യത്തിലും അനുഭവപ്പെടുന്ന ഈ പരിണാമങ്ങൾ അത് ഒന്നുമല്ല, കേവലം ചിത്തം മാത്രമാണ്. മറ്റുള്ളതെല്ലാം കേവലമായ പ്രതീതി, അസത്യപ്രതീതിയാണ്. അതുകൊണ്ട് ചിത്തമല്ലാതെ മറ്റൊന്നുമില്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത് അന്യോന്യ ദൃശ്യങ്ങളാണ്. തസ്മാത് ന കിഞ്ചിത് അസ്തി. അതുകൊണ്ട് ഇതൊന്നും തന്നെ പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ ആ പുസ്തകത്തെക്കുറിച്ചുള്ള അറിവ്, അറിവിന് വിഷയമായിരിക്കുന്ന പുസ്തകം, അറിവ് പ്രകാശിപ്പിക്കുന്ന പുസ്തകം, പുസ്തകത്തിലൂടെ പ്രകാശിക്കുന്ന അറിവ്, ഇങ്ങനെയെല്ലാം നമ്മൾ വ്യവഹരിക്കുന്ന ഇതൊന്നും പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നതല്ല. സുഷുപ്തിയിൽ ഇതൊന്നും നിലനിൽക്കുന്നില്ലല്ലോ.
അവിടെ കേവലം ചിത്ത് മാത്രം നിലനിൽക്കുന്നു. അതാണ് തസ്മാന്ന കിഞ്ചിത് അസ്ഥീതി ചോദ്യത്തെ പറയുന്നു. ഉഭയഹ്യ അന്യോന്യ ദൃശി തേ കിം തദസ്ഥീതി നോച്യത്തെ. ഇവിടെ ഒരു ചോദ്യം ഉത്തരവുമാണ്. ഇത് പരസ്പര സാപേക്ഷമാണെങ്കിൽ കിം തദസ്തി, അങ്ങനെയാണെങ്കിൽ ഈ അനുഭവങ്ങൾ, ഈ കാണുന്ന അറിവും വിഷയങ്ങളും കിം തദസ്തി അതുണ്ടോ എന്നാണ് ചോദ്യം. എന്നാ സമാനം പറയുന്നു ഇല്ല. അതാണ് തസ്മാന്ന കിഞ്ചിത് അസ്ഥീതി ചോദിച്ചത്. ചിത്തം വാ ചിത്തൈക്ഷണീയം വാ കിം തദസ്ഥീതി. അതാണ് ഈ ചിത്തം, ഈ അറിവ്, ചിത്തേക്ഷണീയം, ഈ അറിവിൽ പ്രകാശിക്കുന്നവ, അറിവിൽ അനുഭവപ്പെടുന്ന ഈ വസ്തുക്കൾ വാ കിം തദസ്തി, അതുണ്ടോ എന്നാണ്. ഉണ്ടോ എന്നെന്തിനു ചോദിക്കണം? ഉണ്ടല്ലോ, ഉള്ളതുകൊണ്ടാണല്ലോ അത് അനുഭവപ്പെടുന്നത്. അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നിനെ സംബന്ധിച്ച് കിം തദസ്തി, എന്താ അതുണ്ടോ എന്ന് ചോദിക്കുന്നത് എന്തിനാ? ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യമോ വരത്തില്ലല്ലോ. അനുഭവിക്കുന്നത് കൊണ്ടാണ് ഉണ്ടെന്ന് പറയുന്നത്. വീണ്ടും ഒരു ചോദ്യം, എന്താ അതുണ്ടോ? അപ്പൊ ചോദ്യം എങ്ങനെ പ്രസക്തമാകും? കൊണ്ട് പറയുന്നു വിവേകിന എന്ന് വെച്ചത് ശരിയാണ്. നിങ്ങളുടെ അനുഭവത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നു. അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം ആരുടെയും അനുഭവത്തെ നിഷേധിക്കുന്നില്ല. അനുഭവത്തെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ന എന്ന് പറയണം. നിങ്ങൾ അനുഭവിക്കുന്നില്ല എന്ന് പറയണം. അതാണ് അനുഭവത്തിന്റെ നിഷേധം. മറിച്ച് അനുഭവം സത്യമല്ല എന്ന് പറയുന്നതല്ല. അനുഭവം സത്യമല്ല എന്ന് പറഞ്ഞാൽ അത് അനുഭവത്തിന്റെ നിഷേധമാകത്തില്ല. അനുഭവത്തിന്റെ നിഷേധം എന്താണ്? അനുഭവിക്കുന്നില്ല എന്ന് പറയണം. അങ്ങനെ ഒരിടത്തും പറയുന്നില്ല അദ്വൈതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നില്ല എന്ന് പറയുന്നില്ല. മറിച്ച് അനുഭവം സത്യമല്ല എന്നാ പറയുന്നത്. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? നിങ്ങൾ പറയുന്നത് അനുഭവിക്കുന്നില്ല. അനുഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രപഞ്ചം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അദ്വൈതം പറയുന്നു പ്രപഞ്ചം ഇല്ല എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് അനുഭവിക്കുന്നില്ലെന്നാണ്. അത് അസംബന്ധമാണ്, അത് അദ്വൈതമല്ല. മറിച്ച് എന്താണ്? നിങ്ങളുടെ അനുഭവം സത്യമല്ലെന്നേ പറയുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അത് സാധാരണ ഒരാൾക്ക് പറയാൻ കഴിയത്തില്ല. ഏത് മൂർഖനും പറയാം എന്താണ്? നിങ്ങൾ അനുഭവിക്കുന്നില്ല എന്ന് വെച്ചാൽ പ്രപഞ്ചം മിഥ്യയാണ്, പ്രപഞ്ചം ഇല്ലാത്തതാണ്. അത് ഏത് മൂർഖനും പറയാൻ കഴിയും. പക്ഷെ അദ്വൈതിക്ക് അത് പറയാൻ കഴിയത്തില്ല. വിവേകിന, ഇവിടെ എന്താണ്? വിവേകി പറയുന്ന കാര്യമാണ് പറയുന്നത്. വിവേകി ആ പ്രതീതിയെ നിഷേധിക്കുകയല്ല, മറിച്ച് എന്താണ്? ആ പ്രതീതി പരമാർത്ഥമല്ല എന്നാണ് പറയുന്നത്. ആ പ്രതീതി വാസ്തവത്തിൽ നിഷേധിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? എങ്ങനെയാണോ ഈ പ്രതീതി ഇങ്ങനെ പ്രകടമാകുന്നത്, അത് ആരും കൃത്രിമമായി ഉണ്ടാക്കുന്നതല്ല, സഹജമായി പ്രതീതമാകുന്നതാണ്. ഇത് സഹജമായി തന്നെ ഇല്ലാതാകുകയും ചെയ്യും. അതിന് അദ്വൈതത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇതിനെ നിഷേധിക്കുന്നതിന് അദ്വൈതം നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. സഹജമായി ഇല്ലാതാകുന്നു, സുഷുപ്തിയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് സഹജമായി ഉണ്ടായി വരുന്നു. ഇതിന് അദ്വൈതമായിട്ടൊരു ബന്ധമുണ്ട്. അതിനെ നിഷേധിക്കേണ്ട ആവശ്യവും വരുന്നില്ല. സഹജമായി സംഭവിക്കുന്ന ഒരു കാര്യത്തെ ആരും എന്തിനും നിഷേധിക്കണം? അതല്ല വിവേകിയുടെ അഭിപ്രായം. അതല്ല വിവേകി പറയുന്നത് എന്താണ്? ഈ അറിവും വിഷയവും പരസ്പരാശ്രിതമായി ഇങ്ങനെ പ്രതീതമായിക്കൊണ്ടിരിക്കുന്നത് ഒരു ചിത്തിലാണ്. ആ ചിത്തിന്റെ നാനാത്വ പ്രതീതിയാണ്. ഈ പ്രതീതി പരമാർത്ഥമല്ല.
പരമാർത്ഥമായിരുന്നെങ്കിൽ 3 കാലത്തിനും ഇത് ബാധിക്കാതെ സർവദേശത്തിലും ഇത് ഒരുപോലെ അനുഭവപ്പെട്ടില്ല. അതങ്ങനെയല്ല. ഇതിവിടെയുണ്ട്. സ്വപ്നത്തിലേക്ക് പോയി ഇത് പൂർണ്ണമായി മാറിപ്പോകുന്നു. സുഷുപ്തിയിലാണെങ്കിലും ഇതൊന്നുമില്ല. അവിടെ കേവലം ചിത്ത് മാത്രമായി നിൽക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്ന അദ്വൈതം എന്ന് പറയുന്നത് വിവേകിയുടെ അദ്വൈതമാണ്. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഈ പരസ്പര ആശ്രിതത്വത്തെക്കുറിച്ച് പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസുകൾ എല്ലാം കേട്ടിട്ടില്ലാത്ത ഒരു വിദ്യാർത്ഥിയുടെ സംശയം ഇത് പരിഹരിക്കുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്ന പരിഗണന നൽകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് സംശയങ്ങൾ. അപ്പോ കഴിഞ്ഞ ക്ലാസുകൾ ഒന്നും കേട്ടിട്ടില്ലാത്തയാളുടെ സംശയങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും എളുപ്പ വഴി കഴിഞ്ഞ ക്ലാസുകൾ കേൾക്കുക എന്നുള്ളതാണ്. അതിന് മെനക്കെടാൻ വയ്യ, എന്നെ മെനക്കെടുത്താമെന്നുള്ളതാണ്. അതങ്ങനെ ശരിയാവും. കാരണം സംശയത്തിന് എന്താ കാരണമെന്നുള്ളത് സംശയം ചോദിക്കുന്ന ആളിന് തന്നെ വളരെ വ്യക്തമാണ്. എന്താണ്? കഴിഞ്ഞ ക്ലാസുകൾ കേൾക്കാത്തതാണ് സംശയം എന്ന് ചോദ്യകർത്താവ് തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസുകൾ ഞാൻ കേട്ടില്ല, അതുകൊണ്ട് എനിക്ക് സംശയമുണ്ട്. എന്നാൽ ആ സംശയം പരിഹരിക്കേണ്ടത് എങ്ങനെയാണ്? ന്യായമായിട്ട്, നാട്ടുനടപ്പനുസരിച്ച് കഴിഞ്ഞ ക്ലാസുകൾ കേൾക്കുക. അതാണ് അതിന്റെ ഏറ്റവും നല്ല പരിഹാരമാർഗം. ഇനി ഈ സംശയങ്ങളെല്ലാം നിവർത്തിക്കാൻ ഞാൻ ശ്രമിച്ചെന്ന് വിചാരിക്കട്ടെ. വിചാരിച്ച എന്ത് ചെയ്യേണ്ടി വരും? ഈ കഴിഞ്ഞ ക്ലാസുകളെല്ലാം ഞാൻ പറയേണ്ടി വരും. അത് ഈ ക്ലാസ്സിൽ നടക്കുന്ന കാര്യമാണ്. കാരണം ഈ സംശയങ്ങൾ പരിഹരിക്കുന്ന ഒരേ ഒരു ഉപായം കഴിഞ്ഞ ക്ലാസുകൾ കേൾക്കുക. കേൾക്കാതെ ഈ സംശയങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ എനിക്കൊന്നേ ചെയ്യാൻ പറ്റും. എന്താണ്? കഴിഞ്ഞ ക്ലാസുകൾ ആവർത്തിക്കുക. അതിന് 2 തകരാറുണ്ട്. അതിൽ ഒന്ന്, കഴിഞ്ഞ ക്ലാസുകൾ എന്താണെന്ന് എനിക്ക് യാതൊരു ഓർമ്മയില്ല. ഞാനിതൊന്നും ഓർമ്മിച്ചു വയ്ക്കാറും കൊണ്ടു നടക്കാറുമില്ല. അതൊരു പ്രശ്നം. രണ്ടാമതിനി കഴിഞ്ഞ ക്ലാസുകൾ ഞാൻ ഏതെങ്കിലും തരത്തിൽ ആവർത്തിക്കാൻ ശ്രമിച്ചാൽ അത് തന്നെ ആയിക്കൊള്ളണമെന്നുമില്ല. അന്ന് പറഞ്ഞതായിരിക്കില്ല ഇനി പറയുന്നു. ആകുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. അവന് ഇതെങ്ങനെ പരിഹരിക്കും? അപ്പോൾ ഈ സംശയങ്ങൾ പരിഹരിക്കുന്നത് പൂർണ്ണമായ ഉത്തരവാദിത്വം എനിക്കല്ല, ചോദ്യകർത്താവിനാണ്. കഴിഞ്ഞ ക്ലാസുകൾ കേൾക്കുക, സമയമെടുത്ത്. എല്ലാം ഇവിടെ DVD-യിലുണ്ട്. അപ്പോൾ DVD-യോട് ചോദിക്കുക എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞു തരും. എന്നാൽ ഈ ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് പറയണമല്ലോ. ഒന്ന്, അദ്വൈത ശാസ്ത്രത്തിന്റെ പ്രയോജനം എന്താണ്? സംശയമാണെന്ന് വെച്ചാൽ അദ്വൈത ശാസ്ത്രത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഇല്ലയോ? ഇല്ലാന്ന് സംശയമുണ്ടെങ്കിൽ ഇത് കേൾക്കണ്ടെന്ന എന്റെ അഭിപ്രായം. ഇല്ലാന്നുള്ളതാണെങ്കിൽ. ഇനി ഉണ്ടെന്നാണെങ്കിൽ ഇതിനെന്തോ പ്രയോജനം ഉണ്ടെന്ന് അറിയാതെയല്ല ചോദ്യം ചോദിച്ചിരിക്കുന്നു. ഇതൊരു സംശയമാണ്. സംശയം എന്ന് പറയുന്നത് എന്താണ്? ഉഭയകോടിജ്ഞാനം. എന്നുവെച്ചാൽ സംശയത്തിന് 2 തലം കാണും. സ്ഥാണുർവ പുരുഷോവ, ഇത് സ്ഥാണുവാണോ പുരുഷനാണോ, അങ്ങനെയല്ലാതെ സംശയം വരത്തില്ല. സംശയം ചോദിച്ചാണ് പ്രയോജനം ഇല്ല എന്നാണെങ്കിൽ പിന്നെ അദ്വൈതശാസ്ത്രം കേൾക്കേണ്ട കാര്യമേ ഇല്ല. ഉണ്ടെന്നാണെങ്കിൽ എന്താണ് പ്രയോജനം എന്നുള്ള അറിഞ്ഞുകൊണ്ടാ ചോദിക്കുന്നു. അപ്പൊ പിന്നെ ഞാനെന്തിനാ മറുപടി പറയുന്നു? പറയേണ്ട കാര്യമില്ല. അപ്പൊ അദ്വൈതശാസ്ത്രത്തിന്റെ പ്രയോജനം എന്താണെന്ന് ചോദ്യം ചോദിച്ചാണ് വ്യക്തമായും അറിയാം. എന്നാലും വീണ്ടും ചോദിക്കുകയാണ്, എന്തിനാണ്
എന്നെ കൊണ്ടത് വീണ്ടും പറയിക്കുക എന്നുള്ള ഒരേ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അദ്വൈതശാസ്ത്രത്തിന്റെ പ്രയോജനം എല്ലാവർക്കും അറിയാം. അതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും അറിയത്തുമില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നുള്ള കൂടുതലായിട്ട് ഞാൻ എന്തെങ്കിലും പ്രത്യേകം പഠിച്ചു വെച്ചിട്ടുമില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമേ എനിക്കും അറിയാവൂ. എന്താണ് ഇതിന്റെയൊക്കെ പ്രയോജനം? അത് തന്നെയാണ് ഇതിന്റെ പ്രയോജനം. അപ്പോൾ ഞാനീ പറയേണ്ട കാര്യമില്ലല്ലോ. അറിയപ്പെടുന്ന നാമരൂപങ്ങളെ കൂടാതെ അറിവിന്, ബോധസ്വരൂപമായ ആത്മാവിന് സ്വതന്ത്രമായ നിലനിൽപ്പില്ലെങ്കിൽ സുഖദുഃഖാദി ദ്വന്ദ്ങ്ങൾ സത്യമല്ലെങ്കിലും അനവരതം തുറന്നുകൊണ്ടേയിരിക്കുന്നതാണെന്ന് വരുമല്ലോ. അതായത് നാമരൂപങ്ങളെ കൂടാതെ അറിവിന് സ്വതന്ത്രമായ നിലനിൽപ്പില്ല. ഇത് നമ്മൾ ചർച്ച തുടങ്ങിയപ്പോഴേ പറഞ്ഞു. ഇത് ഒരു പക്ഷം. അതല്ല, നമ്മൾ അതിനെ ഒരു പക്ഷമായിട്ടേ നമ്മൾ എടുക്കുന്നുള്ളൂ. നാമരൂപങ്ങളെ കൂടാതെ അറിവിന് സ്വതന്ത്രമായ നിലനിൽപ്പില്ല, ഇതൊരു പക്ഷം. അറിവിനെ ആശ്രയിക്കാതെ നാമരൂപങ്ങൾക്ക് നിലനിൽപ്പില്ല, ഇത് മറ്റൊരു പക്ഷം. നമ്മളിത് രണ്ടിനെയും പരാമർശിച്ചുകൊണ്ട് മൂന്നാമതൊരു പക്ഷമാണ് ചർച്ച ചെയ്യുന്നത് ഇവിടെ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ പറഞ്ഞു എന്താണ് അന്യോന്യ ദൃശ്യേ, അതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സ്പഷ്ടമാകാത്തതുകൊണ്ടാണ് ഈ ചോദ്യം. അത് ഞാൻ ആദ്യം പറഞ്ഞു. എന്താണ് ഭൗതികമായ ദൃഷ്ടി, എന്താണ് ആധ്യാത്മിക ദൃഷ്ടി എന്ന് സാധാരണ പറഞ്ഞു വരുന്നത്, എന്താണ് ഇവിടെ അജാതത്തിൽ പറയുന്നത്. അതിൽ ഒരു ഭാഗം മാത്രമേ ഇവിടെ പരാമർശിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ബാക്കി രണ്ടു ഭാഗവും വിട്ടുകളഞ്ഞു. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതിൽ ഒരു ഭാഗം മാത്രം എടുത്തിട്ട് ചോദിക്കണം, ബാക്കി രണ്ടു ഭാഗം കൂടി ചേർക്കണം എന്നോടുകൂടി. അതിനും ഇനിയുള്ള ഒരേ ഒരു വഴിയെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും കേട്ടു നോക്കുക. എന്താണ് പറഞ്ഞത്? രണ്ട് കാഴ്ചപ്പാടുകളെ പറഞ്ഞിട്ട് മൂന്നാമതിവിടെ അജാതവാദത്തിൽ എന്താണ് പറയുന്നത്, മൂന്നാമതൊരു പക്ഷെ എന്തിനു വേണ്ടി പറയുന്നു, അദ്വൈതത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി പറയുന്നു. എന്താണ് ഇത് രണ്ടും? എന്താണ് അറിവിനെ ആശ്രയിച്ച് പദാർത്ഥം നിൽക്കുന്നു, പദാർത്ഥത്തെ ആശ്രയിച്ച് അറിവ് നിൽക്കുന്നു എന്ന് പറയുന്നത് ഇതിനെ രണ്ടിനും ആധാരമായിരിക്കുന്ന ഒരു ചിത്ത്, അതിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇത്രയും ഞാൻ പറഞ്ഞത് ശരിയാണ്. എന്താണ് നാമരൂപങ്ങളെ കൂടാതെ അറിവിന് നിലനിൽപ്പില്ല എന്ന് ഞാൻ പറഞ്ഞത് ശരിയാണ്. അതൊരു പക്ഷമായി പറഞ്ഞു. മറിച്ചും പറഞ്ഞു. മൂന്നാമത്തെ പക്ഷവും ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ചോദ്യമോ. അത് ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഒന്നുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇവിടെ നിർത്താൻ പാടില്ല. എന്താണ് അറിവിനെ വിട്ട് പദാർത്ഥത്തിന് സ്വതന്ത്രമായ സത്യമുണ്ട്, പദാർത്ഥത്തെ വിട്ടിട്ട് അറിവിന് സ്വതന്ത്രമായ സത്യമുണ്ട്. ഈ രണ്ടിൽ നിൽക്കാൻ പാടില്ല, മൂന്നാമത്തേലേക്ക് പോകും. ഈ അറിവും പദാർത്ഥവും എവിടെ പ്രതീതമാകുന്നു, മാറുന്ന അറിവും മാറുന്ന പദാർത്ഥങ്ങളും എവിടെ നിലനിൽക്കുന്നു, അവിടെ എത്തിച്ചേർന്നു. അവിടെ എത്തിച്ചേരുന്നതിന് മുമ്പാണ് ഈ ചോദ്യം വന്നത്. അവിടെ എത്തിച്ചേരുമ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരവും അവിടെ കാണും. അതുകൊണ്ട് സുഖദുഃഖാദി ദ്വന്ദ്ങ്ങൾ സത്യമല്ലെങ്കിലും അനവരതം തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അത് ശരിയാണ്. സുഖദുഃഖാദി ദ്വന്ദ്ങ്ങൾ മാത്രമല്ല, സുഖദുഃഖാദി വിഷയങ്ങളും സുഖദുഃഖാദി വിഷയങ്ങളെക്കുറിച്ചുള്ള അനുഭവങ്ങളും, സുഖദുഃഖ അനുഭവങ്ങളുടെ വിഷയങ്ങളും സത്യമല്ലെങ്കിലും നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സത്യം തന്നെയാണ്. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞാൽ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുമില്ല. ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. സുഷുപ്തിയിൽ തുടരത്തില്ല. തുടരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാലദേശം കൊണ്ട് പരിമിതപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിന് ജാഗ്രത സ്വപ്നങ്ങളിൽ ഇത് തുടരും.
സുഷുപ്തി തുടരത്തില്ല, മൂർച്ഛയിൽ തുടരത്തില്ല, സമാധിയിലില്ല. അങ്ങനെയുള്ള ചില അവസ്ഥകൾ ഒഴിച്ച് ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഒരുപക്ഷെ ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്ന ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ പിന്നെ അദ്വൈതത്തിന്റെ പ്രയോജനമായ മോക്ഷം അതെന്താണെന്നാണ്, ഇതിൽ നിന്നുള്ള മോചനം സാധ്യമാകുമോ എന്നാണ്. നമ്മൾ നിരവധി തവണ ഗീതയിൽ സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിനും മറ്റും വളരെ വിശദമായി ചർച്ച ചെയ്തതാണ്. ഈ ബാഹ്യമായി ചിത്തത്തിന്റെ തലത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സുഖദുഃഖങ്ങൾ, അവയുടെ അനുഭവങ്ങൾ, അത് സ്ഥിതപ്രജ്ഞനെ എങ്ങനെ ബാധിക്കുന്നു, ഈ കാര്യം നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞതാണ്. സ്ഥിതപ്രജ്ഞ ലക്ഷണം ഒരേ കൂടി മനനം ചെയ്യുക, അവിടെ ഇതിന്റെ സമാധാനമുണ്ട്. ഇതെല്ലാം മുക്തിയെ ബാധിക്കുന്നുണ്ടോ, ഇതെല്ലാം ആത്മാവിനെ ബാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അവിടെ വിശദമായി ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് സുഖദുഃഖ ദ്വന്ദ്വങ്ങൾ ഉണ്ടോ, അത് പ്രതീതമാകുന്നുണ്ടോ, പ്രതീതമാകുന്നില്ലയോ, പ്രതീതമാകുന്നില്ല എന്നുള്ളത് കൊണ്ട് ഒരാൾ മുക്തമാകുമെന്നുള്ള ധാരണയിലാണ് ഈ ചോദ്യം. സുഖദുഃഖങ്ങൾ അനുഭവപ്പെട്ടില്ലെങ്കിൽ അയാൾ മുക്തനാകും എന്നുള്ള ധാരണയിലാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മളെല്ലാം മുക്തന്മാരായി കഴിഞ്ഞ ഇതിനകം. എന്തുകൊണ്ട്? സുഖദുഃഖങ്ങൾ അനുഭവപ്പെടാത്ത ഒരവസ്ഥ ഇതിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്, സുഷുപ്തിയിലൂടെ. എന്നിട്ട് നമ്മൾ മുക്തരാകുന്നു. അതുകൊണ്ട് സുഖദുഃഖാദികൾ നിലനിൽക്കുന്നതാണ് മുക്തിക്ക് തടസ്സം, അത് അവസാനിക്കുന്നതാണ് മുക്തി എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് സമാധാനം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അത് പ്രതീതമാകുന്നു അല്ലെങ്കിൽ പ്രതീതമാകുന്നില്ല, അതൊന്നും മുക്തിയെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല. അതും ചർച്ച ചെയ്ത കാര്യമാണ്. സുഖദുഃഖങ്ങൾ മാറി മാറി വരുന്നതാണെന്നുള്ള അറിവ് ഏതൊരു അജ്ഞനും ഉണ്ടല്ലോ, അതിന് ശാസ്ത്രം വേണോ? സുഖദുഃഖാദികളുടെ അറിവിന് ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല. അത് അജ്ഞന് മാത്രമല്ല, വിജ്ഞനും ഒരുപോലെ തന്നെ. പണ്ഡിതനും പാപനും എല്ലാം സുഖദുഃഖാദി അനുഭവം ഒരുപോലെ തന്നെയാണ്. ഇനി അടുത്ത് വന്നിരിക്കുന്നത്, ഞാൻ കുറച്ചു കാലമായിട്ട് വിവാദങ്ങളിൽ നിന്ന് മാണ്ഡൂക്യത്തിൽ കയറിയതിനു ശേഷം ഒഴിഞ്ഞിരിക്കുകയാണ്. വീണ്ടും എന്നെ അതിക്കൊണ്ട് ചാടിക്കാനുള്ള പരിപാടിയാണ്. മാണ്ഡൂക്യത്തിൽ വിവാദത്തിനൊന്നുള്ള അവസരമില്ല. മനഃപൂർവ്വം ഒഴിഞ്ഞിരിക്കുന്നതല്ല, അവസരം കിട്ടിയാൽ ഞാൻ വിടുന്ന ആളല്ല. പക്ഷെ ഒരവസരവും കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ അതിൽ നിന്നും മാറിയിരിക്കുകയാണ്. ഇവിടെ വേറെ ചോദ്യം വന്നിരിക്കും. ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത ചോദ്യമാണ്. ചോദിച്ചു കഴിഞ്ഞാൽ പറയാതിരിക്കാനും പറ്റത്തില്ല. ഹരി ശ്രീ ഗണപതേ നമ എന്നെഴുതുന്നതിൽ ഹരിശബ്ദത്തിന് വിസർഗം വേണോ വേണ്ടയോ എന്നാണ്. ഇപ്പൊ ഇതിനൊരു സമാധാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതോടുകൂടി ഈ പ്രശ്നം തീരുമെങ്കിൽ ഞാൻ പറയാം. എന്റെ സമാധാനം അവസാനത്തെ ആകുമെങ്കിൽ. അതെന്തായാലും ആകത്തില്ല. കാരണം ഇത് ഇന്നലെയും ഇന്നും ഒന്നും തുടങ്ങിയ തർക്കങ്ങളല്ല. ഒത്തിരി ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടായി വരും, വീണ്ടും അങ്ങ് നിൽക്കും, വീണ്ടും തുടങ്ങും, വീണ്ടും നിൽക്കും. സൃഷ്ടിപ്രളയങ്ങളെ പോലെയാണ്. ഇത് അനാദികാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തർക്കമാണ്. ഇതിന് ഒരുപാട് പേര് സമാധാനം പറഞ്ഞിട്ടുണ്ട്. ആൾക്കാർക്ക് എപ്പോഴും എന്തെങ്കിലും വിവാദങ്ങൾ വേണം, അവരുടെ മനസ്സിനെ ഒന്ന് അലർട്ടാക്കാൻ വേണ്ടി. അത്രയേ ഉള്ളൂ ഇതിന്റെ കാര്യം.
അതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് മലയാളികൾ എഴുതി പഠിക്കുമ്പോൾ ആദ്യം എഴുതിക്കുന്നതാണ്. ഇവിടെ ഇരിക്കുന്ന മറ്റു ഭാഷക്കാർക്ക് ഇതെന്താണെന്ന് പിടികിട്ടത്തുമല്ല, എന്തായി ചോദിക്കുന്നതെന്ന് പോലും പിടികിട്ടത്തില്ല. മലയാളികൾക്ക് മാത്രമുള്ള ഒരു സമ്പ്രദായമാണിത്. ഏതോ ഒരു കാലത്ത് ആരോ തുടങ്ങി വെച്ച ഒരു കാര്യമാണ്. അപ്പോൾ മലയാളികളെ മലയാളം എഴുതി പഠിപ്പിക്കുമ്പോൾ അത് സംസ്കൃതത്തിൽ തന്നെ തുടങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല. മലയാളം എഴുതി പഠിപ്പിക്കുമ്പോൾ അത് മലയാളത്തിലുമാകാം. മലയാളം എന്ന് പറയുമ്പോഴോ അതിനകത്ത് മലയാളത്തിൽ സംസ്കൃതമുണ്ട്, തമിഴുണ്ട്, ഉറുദുവുണ്ട്, പാഴ്സിയുണ്ട്, അറബിയുണ്ട്, ഇംഗ്ലീഷുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂടെ കൂടിക്കലർന്ന ഒരു സാധനമാണ് നമ്മളെ ഇന്നത്തെ മലയാളം. അപ്പോ ഇവിടെ ഈ ചോദ്യം ഇത് സംശയം ഉന്നയിക്കുന്ന ആൾക്കാർ ഇത് ശുദ്ധ സംസ്കൃതമായിരിക്കണമെന്നുള്ള നിലയ്ക്കാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഇത് സംസ്കൃതമായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഇവിടെ എഴുതി പഠിപ്പിക്കുന്ന മലയാളമാണ്. അത് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. അപ്പോൾ മലയാളം എന്ന് പറയുന്നത് ഒരിടത്തും ശുദ്ധ സംസ്കൃതമല്ല. മലയാളത്തിൽ സംസ്കൃത ഭാഷയിൽ ഒരുപാട് അപശബ്ദങ്ങൾ പ്രയോഗിക്കുന്നുണ്ട്. അപശബ്ദം എന്ന് വെച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന ശബ്ദങ്ങൾ. മാണ്ഡവ്യത്തിൽ നിന്നും കാര്യങ്ങൾ മാറിപ്പോയാണ്, അതിന് ഞാൻ ഉത്തരവാദിയല്ല. ഒരുപാട് മാറ്റം വന്ന ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപശബ്ദം പ്രയുഞ്ജീത ഭാഷ്യകാരൻ പതഞ്ജലി പറഞ്ഞിരിക്കുകയാണ്. സംസ്കൃതത്തെ സംബന്ധിച്ചിടത്തോളം അപശബ്ദങ്ങൾ പ്രയോഗിക്കാൻ പാടില്ല. ശിഷ്ടന്മാരങ്ങനെ പ്രയോഗിക്കാറില്ല. മലയാളത്തിൽ അങ്ങനെയല്ല, ഒരുപാട് അപശബ്ദങ്ങൾ പ്രയോഗിക്കുന്നുണ്ട്. കാരണം മലയാളം എന്ന് പറയുന്നത് ശുദ്ധ സംസ്കൃതമേ അല്ല. അപ്പം മലയാളത്തിൽ ഹരി ശ്രീ ഗണപതേ എന്ന് മലയാളം പഠിപ്പിക്കാൻ വേണ്ടി എഴുതി തുടങ്ങുമ്പോൾ അത് സംസ്കൃതമായിരിക്കണം. അതുകൊണ്ട് സംസ്കൃതത്തിലെ നിയമങ്ങൾ അവിടെ വേണം എന്നുള്ള ധാരണയിൽ വഴക്കടിക്കുന്നതിന് യാതൊരു കാര്യവുമില്ല. ആദ്യം നമ്മളിതിനെ മലയാളമായിട്ട് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. മലയാളത്തിൽ സംസ്കൃത നിയമങ്ങൾ, ഭാഷയുടെ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നില്ല. സംസ്കൃതത്തിൽ പോലും എന്താണ് സംസ്കൃതത്തിന്റെ നിയമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ പറയും പാണിനീയമാണ്. പാണിനീയം മാത്രമല്ല സംസ്കൃത ഭാഷയുടെ നിയമം. ഐന്ദ്രം, ചാന്ദ്രം, കാസകൃഷ്ണം, ഒത്തിരി വ്യാകരണ ശാസ്ത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒത്തിരി വ്യാകരണങ്ങൾ സംസ്കൃത ഭാഷയ്ക്ക് തന്നെയുണ്ട്. അതാണ് നാരായണീയം എഴുതിയ ആള് അപാണിനീയ പ്രയോഗങ്ങളെ സമർത്ഥിച്ചുകൊണ്ട് വ്യാകരണശാസ്ത്രം എഴുതി. പാണിനീയമല്ലാത്ത പ്രയോഗങ്ങളും സംസ്കൃതത്തിൽ സാധുവാണ്. പാണിനീയം മാത്രമല്ല സംസ്കൃതത്തിന്റെ നിയമം. പിന്നെ മലയാളത്തിൽ പാണിനീയം കർശനമായി പാലിക്കണം, അല്ലെങ്കിൽ ഇത് ശരിയാണ് ഇത് തെറ്റാണ് എന്ന് പറയുന്നത് അസംബന്ധമാണ്. ഇത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇതേ ക്ലാസ്സിൽ തന്നെ. കുറെ മുറി വിദ്വാൻമാർ ഇറങ്ങിയിട്ടുണ്ട്. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ അല്പസ്വല്പം സംസ്കൃതം പഠിച്ചിട്ട് ഇതിന്റെയൊക്കെ അവസാന വാക്ക് പറയാനിരിക്കുന്നവരായിട്ട് അവരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അത് സംസ്കൃതം അറിയത്തില്ല, മലയാളം അറിയത്തില്ല. അതാണ് കുഴപ്പം. അതുകൊണ്ട് ഹരി എന്നുള്ളതിന് വിസർഗം വിട്ടാലും ദോഷമൊന്നുമില്ല, വിസർഗം വിട്ടില്ലെങ്കിലും ദോഷമില്ല. ഇതാണ് എന്റെ അഭിപ്രായം. ശരി എന്നുള്ളിടത്ത് വിസർഗം വിട്ടാലും കൊള്ളാം, വിസർഗം വിട്ടില്ലെങ്കിലും കൊള്ളാം. പിന്നെ ഇത് ഏതാ ശരിയെന്ന് ചോദിക്കും. ഇതൊക്കെ ഓരോ സമ്പ്രദായങ്ങളാണ്. കാലാകാലങ്ങളായി ഓരോരുത്തർ എഴുതി അത് തുടർന്നു വരുന്നു. അതെങ്ങനെയാണോ നമ്മൾ അത് ശീലിച്ചു വന്നിരിക്കുന്നത്, നമ്മളെ പഠിപ്പിച്ചു വന്നിരിക്കുന്നത്,
അത് ശരി. അതിൽ കവിഞ്ഞ് ഇതിനകത്ത് ശരിയും തെറ്റുമൊന്നുമില്ല. എന്താണോ നമ്മളെ പഠിപ്പിച്ചു തന്നത്, പരമ്പരയായി നമ്മളെ പഠിപ്പിച്ചു തന്നത്, പഴയ എഴുത്താശന്മാർ നിലത്തെഴുത്തുമ്പോൾ പണ്ട് എഴുതിക്കുന്നതാണത്. ഹരി ശ്രീ ഗണപതി എന്നാണ്. അതെങ്ങനെയാണോ ഓരോരുത്തരെയും പഠിപ്പിച്ചു വന്നു ഓരോ സ്ഥലങ്ങളിലും, അത് കാലഭേദമനുസരിച്ചും ദേശഭേദമനുസരിച്ചും ഒക്കെ അതിന് വ്യത്യാസം വരാം. അത് സംസ്കൃതമാകാം, മലയാളമാകാം, സംസ്കൃതവും മലയാളവും കൂടെ കലർന്നതാകാം. അതുകൊണ്ട് ഓരോ സമ്പ്രദായങ്ങളിൽ എങ്ങനെയാണോ നമ്മൾ ശീലിച്ചു വന്നത് അതാണ് ശരി. അല്ലാതെ ഇതിൽ സംസ്കൃതത്തിന്റെ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് വിസർഗമുള്ളത് ശരിയാണ്, വിസർഗമില്ലെങ്കിൽ തെറ്റാണ് എന്ന് പറയുന്നത് അസംബന്ധമാണ്, അബദ്ധമാണ്, വിവരക്കേടാണ്. അതുകൊണ്ട് ഈ ശരിയുടെയും തെറ്റിന്റെയും രണ്ടിന്റെ പക്ഷത്തും ഞാനില്ല. നിങ്ങൾ എന്താണോ എഴുതി പഠിച്ചത് അത് ശരിയാണെന്നാണ് എന്റെ പക്ഷം. പിന്നെ ഹരി ശബ്ദത്തിന് വിസർഗം വേണമെന്ന് ചോദിച്ചാൽ സംസ്കൃതത്തിലാണ് നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഹരിഹി, ഹരി, ഹരേഹ, ഹരിക്ക് വിസർഗം വേണം ഒറ്റയ്ക്ക് എഴുതുകയാണെങ്കിൽ. മലയാളത്തിലാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അവിടെ വിസർഗം വേണ്ട എന്നേ ഉള്ളൂ. ഹരി ശ്രീ ഗണപതി നമാന്ന് എഴുതുന്നിടത്ത് എങ്ങനെയാണോ നമ്മുടെ പാരമ്പര്യങ്ങൾ, അത് മാറിക്കൊണ്ടിരിക്കുന്ന ദേശമനുസരിച്ച്, അതനുസരിച്ച് അത് ശരി. ഇതിൽ കർശനമായ സംസ്കൃത നിയമങ്ങളൊന്നും ഇതിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇനി കർശനമായ സംസ്കൃത നിയമം പറയുകയാണെങ്കിൽ എങ്ങനെ വേണോ ഇത് എഴുതിക്കൊണ്ടുവരിക അതിനുള്ള നിയമം പറഞ്ഞുതരാം. നിങ്ങളെങ്ങനെ വിസർഗമിട്ട് എഴുതിയാലും വിസർഗമിടാതെ എഴുതിയാലും ഹരിശ്രീ ഗണപതി എന്ന് ചേർത്ത് എഴുതിയാലും അതിനെല്ലാം ഉള്ള വ്യാകരണ സൂത്രങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എഴുതിക്കൊണ്ടുവരും, പറഞ്ഞാൽ മനസ്സിലാക്കണം. എല്ലാത്തിനെയും സാധൂകരിക്കാൻ പാണിനീയത്തിൽ തന്നെ നിയമങ്ങളുണ്ട്. എങ്ങനെ എഴുതിയാലും ഹരിശ്രീ ഗണപതിയെന്നോ അല്ലെങ്കിൽ ഹരിഹി ശ്രീഹി ഗണപതിയെന്നോ അല്ലെങ്കിൽ ഹരി ശ്രീ ഗണപതിയെന്നോ എങ്ങനെ എഴുതിയാലും സാധൂകരിക്കും. അതിനുള്ള നിയമങ്ങളെല്ലാം പാണിനി എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിവാദം അസംബന്ധമാണ് എന്നത്. പിന്നെ ഗണപതയെ എന്നതാണോ എ എന്നതാണോ മലയാളത്തിൽ എഴുതുമ്പോൾ വേണ്ടത്? സംസ്കൃതത്തിൽ ഗണപതയെ എന്നുള്ളതാണ് ശരി. ചതുർത്ഥി ഹരയെ വിഷ്ണവേ. മലയാളത്തിൽ പഴയകാലത്ത് ദീർഘത്തെ ഹ്രസ്വമായി എഴുതിയിരുന്നു. വേഷം എന്നുള്ളതിന് പഴയകാലത്ത് എഴുതിയിരുന്നു വേഷം എന്നാണ്. എന്നിട്ട് വായിക്കുന്ന വേഷമാണ്. പഴയ ലിപി അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഗണപതിയെ എന്നുള്ള സംസ്കൃതമായിട്ട് എഴുതുമ്പോൾ ദീർഘം തന്നെ എഴുതണം. ഇത് പഴയകാലത്ത് ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഗണപതിയെന്ന് ഹ്രസ്വമായിരിക്കും, പക്ഷെ വായിക്കുമ്പോൾ ദീർഘത്തിലായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞു, വ്യാകരണം കഴിഞ്ഞു. ഇനി അടുത്ത് വരുന്നത് വീണ്ടും വിഷയത്തിലേക്ക് വരികയാണ്. പല യോഗികളും അനായാസം ശരീരത്യാഗം ചെയ്ത് കാണുമ്പോൾ ജ്ഞാനികളായി അറിയപ്പെടുന്ന പല മഹാത്മാക്കളും ശരീരം രോഗഗ്രസ്തമായിട്ടാണ് അന്ത്യകാലത്ത് കാണുന്നത്. ഇത് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ജ്ഞാനിയുടെ ശരീരത്തിന് പ്രാരബ്ധ കർമ്മഫലം അനുഭവിക്കേണ്ടതുണ്ടോ? അനുഭവിക്കുന്നവന് ഉപാധിയോട് ബന്ധമുണ്ടെങ്കിലല്ലേ കർമ്മഫല അനുഭവം ഉണ്ടാകൂ. ഈ ചോദ്യത്തിന് ഈ മഹാത്മാക്കളെല്ലാം തന്നെ സമാധാനം പറഞ്ഞിട്ടുള്ളവരാണ്. ഇവരെല്ലാവരും യോഗികൾ അനായാസമായി ശരീരത്യാഗം ചെയ്യുന്നു എന്നാണ്. ആത്മഹത്യ ചെയ്യുന്നവരും പലരും അങ്ങനെയാണ്.
വളരെ അനായാസമായി ശരീരം തേച്ച് കളയും. അതിനുള്ള പല പുതിയ ടെക്നിക്കുകളുണ്ടെന്നാണ് കേൾക്കുന്നത്. ഞാൻ പ്രയോഗിച്ചു നോക്കിയിട്ടില്ല. യോഗികൾക്കും അനായാസമായി ശരീരത്യാഗം ചെയ്യാൻ കഴിയും എന്ന് പറയുന്നുണ്ട്. അനായാസം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം യോഗത്തിലെ വളരെ ശ്രമകരമായ അഭ്യാസങ്ങൾ വളരെ കാലം അഭ്യസിച്ച് സ്വായത്തമാക്കിയാൽ അത് പ്രയോഗിക്കാം. അത് അനായാസം എന്നിങ്ങനെ പറയാൻ പറ്റും. നമ്മൾ വളരെ അധ്വാനിച്ചൊരു കാര്യം നേടിയെടുത്തിട്ട് പിന്നെ അത് അനായാസം എന്ന് പറയാൻ പറ്റും. അപ്പോൾ ശരീരത്യാഗം ചെയ്യുന്നതിനുള്ള അത് നമ്മൾ മുമ്പ് ഏതോ ഒരു സ്ഥലത്ത് ചർച്ച ചെയ്തതാണ്. യോഗാഭ്യാസ മുറകളൊക്കെ വളരെ പ്രയാസം പിടിച്ച കാര്യങ്ങളാണ്. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് ശരീരത്യാഗം ചെയ്യുന്നു. വാസ്തവത്തിൽ യോഗി ശീലിക്കുന്നത് അഭ്യാസങ്ങളൊന്നും ഈ ശരീരത്യാഗം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെയും ധരിക്കരുത്. പിന്നെ ശരീരത്യാഗം ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഏറ്റവും എളുപ്പം ഒരു മുഴം കയറ് മതി. അതിന് യോഗത്തിന്റെ ആവശ്യമില്ല. അപ്പോൾ ശരീരത്യാഗം ചെയ്യാൻ വേണ്ടി യോഗി അഭ്യസിക്കുന്നതല്ല ഒരിക്കലും. യോഗിയുടെ അഭ്യാസമല്ല എന്തിനാണോ? യോഗശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ജീവന്റെ ഊർധ്വഗതിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോ സാധാരണ ജീവന്മാരുടെ ഗതി എന്ന് പറയുന്നത് സഹജമായ ഗതികളാണ്. എങ്ങനെയെങ്കിലുമൊക്കെ പോകും, കർമ്മം അനുസരിച്ച് പോകും. വിവേകമില്ലാത്ത വിവേകരഹിതമായ കർമ്മം കൊണ്ട് സഹജമായി ജീവൻ ഏതെങ്കിലും വഴിക്ക് സഞ്ചരിക്കും. പക്ഷെ യോഗികൾ അങ്ങനെയല്ല. അതിനുവേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു യോഗശാസ്ത്രങ്ങളിൽ നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ. അതെന്തിനു വേണ്ടി? ആ ജീവന്റെ ഊർധ്വഗതിക്ക് വേണ്ടി. അവിടെ ആ ഊർധ്വഗതി യോഗി സ്വേച്ഛയാ നിർവഹിക്കുന്നു. സ്വയിച്ഛ കൊണ്ട് ജീവന് ഊർധ്വഗതി സംഭവിക്കുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ അതിൽ ഗൗണമായി സംഭവിക്കുന്ന, മുഖ്യമല്ലാതെ സംഭവിക്കുന്ന ഒന്നാണ് ശരീരനാശം. അതുകൊണ്ട് യോഗിയുടെ ശരീരനാശത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, മറിച്ച് യോഗിയുടെ ഗതിക്കാണ് പ്രാധാന്യം. അതുകൂടി സംഭവിച്ചേ പറ്റൂ. കാരണം ഊർധ്വഗതി എന്ന് പറയുമ്പോൾ ശ്രുതിയിലും മറ്റും പറയുന്ന ബ്രഹ്മലോകം വരെയുള്ള ഗതികൾ, ബ്രഹ്മലോകം വരെ യോഗിക്ക് എത്തിച്ചേരും. അപ്പൊ അതിന് ഈ ശരീരം തടസ്സമാണ്. സ്വേച്ഛയ ആ യോഗി ഈ ശരീരത്തിൽ നിന്ന് നിർഗമിക്കുമ്പോൾ ശരീരം പതിച്ചു പോകുന്നു, അത്രയേ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അതൊരു വലിയ ത്യാഗമൊന്നുമല്ല. അതിന് യോഗി ഒരു പ്രാധാന്യം കൊടുക്കുന്നേ ഇല്ല. യോഗിയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധയും അഭ്യാസവും എല്ലാം ആ ജീവന്റെ ഊർധ്വഗതിക്കാണ്. ജ്ഞാനികളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ് തസ്യ പ്രാണ, അവന്റെ പ്രാണൻ ഉത്ക്രമിക്കുന്നില്ല, ശ്രുതി പറയുന്നു. പ്രാണന്റെ ഉത്ക്രമണം സംഭവിക്കുന്നില്ല, ഇവിടെ തന്നെ ലയിക്കുന്നു. എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് ഈ നമ്മൾ ധരിച്ചിരിക്കുന്നത് പോലെയുള്ള ശരീരത്യാഗവും മറ്റും ഇവിടെ സംഭവിക്കുന്നില്ല, ജീവന്റെ ഊർധ്വഗതി സംഭവിക്കുന്നില്ല. ശരീരത്തിന്റെ സ്വാഭാവികമായ പരിണാമം സംഭവിക്കുന്നു. അതെന്താണ്? എല്ലാ ഭൗതിക വസ്തുക്കൾക്കുമുള്ള പരിണാമം. അത് ജനിക്കുന്നു, വളരുന്നു, വൃദ്ധിയെ പ്രാപിക്കുന്നു, ക്ഷയത്തെ പ്രാപിക്കുന്നു, നശിക്കുന്നു. അത് ശരീരത്തിന് സംഭവിക്കുന്നു. അവിടെ ജീവന്റെ ഊർധ്വഗതിക്ക് വേണ്ടി പ്രത്യേകിച്ച് പരിശ്രമമൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്നും തന്നെ തത്വജ്ഞാനം ചെയ്യുന്നില്ല. സ്വാഭാവികമായി അത് സംഭവിക്കുന്നുണ്ട്. ഇവിടെ എന്തിനും ഒരു കാര്യകാരണ ബന്ധമുണ്ടല്ലോ. ഉത്പത്തിയിൽ നിന്ന് തുടങ്ങി നാശം വരെയുള്ള ഈ മിക്കൊരു ബന്ധമുണ്ട്.
ആ കാര്യകാരണ ബന്ധത്തെയാണ് നമ്മൾ കർമ്മമെന്നും ഫലമെന്നും പറയുന്നത്. അത് ഈ കവിഞ്ഞ് അതിനകത്തൊന്നുമില്ല. അപ്പൊ ശരീരനാശം ജ്ഞാനിയിൽ സ്വാഭാവികമായി സംഭവിക്കുന്നു. അത് എങ്ങനെയും ആകാം. രുഗ്ണോവ വിലുടൻ ഭുവി മൂർച്ഛിതോവ രോഗം ശരീരത്തിന് ബാധിക്കാം. ശരീരം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ എവിടെയെങ്കിലും പതിക്കാം. അതിനെടുത്ത് അലങ്കരിച്ച് സമാധിയിരുത്താനൊന്നും ശിഷ്യന്മാരൊന്നും കൂടെ ഉണ്ടായില്ലെന്ന് വരും. ഇനി ഏതെങ്കിലും തരത്തിൽ ശരീരത്തിന് കേടുപാടുകൾ സംഭവിച്ച് അങ്ങനെ സംഭവിക്കാം. ബോധം നഷ്ടപ്പെടാം. മൂർച്ഛയോടുകൂടി വളരെ തീവ്രമായ ശരീരപീഡകളുണ്ട്. മൂർച്ഛിതനായി അങ്ങനെ ശരീരനാശം സംഭവിക്കുക എങ്ങനെയും സംഭവിക്കാം. അവിടെ എന്താണ് അതിന്റെ കാര്യകാരണങ്ങളെല്ലാം ആ ശരീരവുമായി ബന്ധപ്പെട്ടാണ്, ആത്മാവുമായി ബന്ധപ്പെട്ടല്ല. തത്വജ്ഞാനി എന്താണ് തന്റെ അസംഗമായ ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്ന് നമുക്ക് പറയാം. ഭാഷ കൊണ്ട് അത്രേ പറയാൻ പറ്റും. ബാക്കി കാര്യകാരണങ്ങളെല്ലാം ഇവിടെ ആ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ യോഗി ചെയ്യുന്നത് പോലെ ജ്ഞാനി ജീവന്റെ ഊർധ്വഗതിയെ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഊർധ്വഗതിക്കുള്ള ആ പ്രവൃത്തിക്കിടയിൽ ജ്ഞാനിയുടെ ശരീരബാധ സംഭവിക്കുന്നില്ല. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഒരിടത്ത് ഊർധ്വഗതിക്കുള്ള ശ്രമത്തിൽ ശരീരബാധം എന്ന് പറയുന്നത് അവശ്യം സംഭവിക്കേണ്ടതാണ്, അതുകൊണ്ടത് സംഭവിക്കുന്നു. വേറൊരിടത്ത് അങ്ങനെ ഒരു പ്രവൃത്തിയുടെ ആവശ്യമേ ഇല്ല. എന്താണ്, കൃതകൃത്യനാണ്, ചെയ്യാൻ ഇനി മറ്റൊന്നും അവശേഷിക്കുന്നില്ല, അതുകൊണ്ട് ഒന്നിനു വേണ്ടി ഒന്നും അനുഷ്ഠിക്കുന്നില്ല, എല്ലാം സഹജമായ പ്രകൃതിയുടെ നിയമമനുസരിച്ച് തത്വജ്ഞാനി സംഭവിക്കുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇതും നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പിന്നെ എല്ലാത്തിനുമുള്ള ഈ വിഷയങ്ങളെല്ലാം നമ്മുടെ പഴയ ചർച്ചകളിൽ വന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടു വന്ന ചോദ്യം ഇതാണ്. സംശയം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അതെന്താണ്, ജ്ഞാനത്തെ ആശ്രയിച്ച് വിഷയങ്ങൾ നിൽക്കുന്നു എന്ന് പറയുകയും വിഷയത്തെ ആശ്രയിച്ച് ജ്ഞാനം നിൽക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. അത് രണ്ടും ഇവിടെ പറഞ്ഞു. ജനം കേട്ടാൽ മനസ്സിലായില്ലെങ്കിൽ പിന്നെ ചിന്തിച്ച് മനസ്സിലാക്കാതെ ഉള്ളൂ. വിഷയത്തെ ആശ്രയിച്ച് ജ്ഞാനം നിൽക്കുന്നു എന്ന് പറയുന്നതിനെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം? കാരണം ഒരു വിഷയാനുഭവത്തിൽ നമുക്ക് ആ വിഷയത്തെയും ആ അനുഭവത്തെയും വേർതിരിക്കാൻ കഴിയുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞതാണ്. മനസ്സിലാകാത്തതുകൊണ്ട് വീണ്ടും പറയുകയാണ്. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചുള്ള അനുഭവത്തിൽ നമുക്കതിനെ വേർതിരിക്കാൻ കഴിയുന്നില്ല, വിഷയത്തെയും അനുഭവത്തെയും. അത് വേർതിരിക്കുക എന്ന് പറയുന്ന അസാധ്യമായതുകൊണ്ട് ആ അനുഭവത്തിൽ നിന്ന് മാറിപ്പോവുക, അതേ നമുക്ക് സാധ്യമാകും. വിഷയാനുഭവത്തിൽ നിന്ന് സ്വയം മാറിപ്പോവുക. വിഷയാനുഭവത്തിൽ നിന്ന് മാറിപ്പോയാൽ മറ്റൊരു വിഷയാനുഭവത്തിലേക്ക് വരും.
പുസ്തകത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവന് അത് മാറിയാൽ അവൻ പേനയുടെ അനുഭവത്തിലേക്ക് വരും. അതേ സാധ്യമാകും. അല്ലെങ്കിൽ ഈ എല്ലാ അനുഭവങ്ങളെയും വിട്ടിട്ട് സുഷുപ്തിയിലേക്കോ സമാധിയിലേക്കോ മൂർച്ഛയിലേക്ക് പോകണം. അല്ലാത്ത പക്ഷം ഈ വിഷയങ്ങളും അനുഭവങ്ങളും പരസ്പരം വേർപിരിക്കാൻ കഴിയാത്ത രീതിയിൽ നിലനിൽക്കും. ഇതൊരു മാറുന്ന തലമായതുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇതെല്ലാം മാറുന്നത് എവിടേക്കെന്നാണ്. പറഞ്ഞാൽ ഈ ജാഗ്രതയും ഈ സ്വപ്നവും എല്ലാം എവിടേക്ക് മാറി? സുഷുപ്തിയിലേക്കാണ് മാറിയത്. സുഷുപ്തിയിലാണ് ഈ വിഷയങ്ങളും ഈ ജ്ഞാനങ്ങളും അറിവുകളും എല്ലാം മറഞ്ഞുപോയി. അവിടെ ദ്വൈതമില്ല. ഏകം അദ്വൈതം നേരത്തെ പറഞ്ഞു. അതുതന്നെയാണ് ചതുർത്ഥം പറഞ്ഞു. നപ്രജ്ഞം നാപ്രജ്ഞം അചിന്യം അദൃശ്യം അവ്യവഹാര്യം പ്രപഞ്ചോപശമം എന്ന് പറഞ്ഞു. ആ പ്രപഞ്ചോപശമം അതിനെക്കുറിച്ചാണ് ഇവിടെയും പറയുന്നത്. അതിനെ തന്നെ വീണ്ടും പറയും എന്താണ് ചതുർത്ഥം. പ്രപഞ്ചോപശമത്തിലാണ് ചതുർത്ഥം പ്രകടമാകും. തുരീയം, ആ തുര്യത്തിലേക്കാണ് ഇതെല്ലാം മാറിപ്പോകുന്നത്. അതേകമാണ്. മറ്റൊന്നും പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല. ബാക്കിയുള്ള പ്രതീതികളെല്ലാം ഉണ്ടെങ്കിൽ മറ്റൊന്നിനെയും നമുക്ക് നിഷേധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, എല്ലാം നമ്മുടെ അനുഭവത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് പരമാർത്ഥമല്ല എന്ന് വിവേകിന, ഇത് വിവേകിയുടെ അഭിപ്രായമാണ്. അദ്വൈതം വിവേകിയുടെ അഭിപ്രായമാണ് എന്നർത്ഥം. അല്ലെങ്കിൽ വിവേകിയുടെ അദ്വൈതം അതാണ് ഇവിടെ പറയുന്നത്. വിവേകമില്ലാത്തവനും അദ്വൈതം പറയാം. അതല്ല ഇവിടെ പറയുന്നത്. അത് ഉദാഹരണത്തിലൂടെയാണ് ഇത് പറയുന്നത്. നഹി സ്വപ്നെ ഹസ്തി ഹസ്തി ചിത്തം വാ വിദ്യതേ തദൈഹാവി വിവേകിന ഇത്യഭിപ്രായഃ. ഇവിടെ ചോദിക്കും എന്താണ്? ഒരാൾ പറയുന്നു ഇവിടെ ഞാൻ ചിത്തായിരിക്കുന്നു, ബാക്കി സർവ്വതും ചിദ്ദൃശ്യങ്ങളായിരിക്കുന്നു. അത് ആർക്കും പറയാവുന്ന കാര്യമല്ല. ഞാൻ സ്വയം ചിത്തായിരിക്കുകയും എന്റെ മുമ്പിലുള്ള സർവ്വവും ദൃശ്യമാണെന്ന് പറഞ്ഞ് ഞാൻ എല്ലാത്തിനെയും പരമാർത്ഥമല്ലെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ എന്റെ മുന്നിലിരിക്കുന്നവനും പറയുകയാണ് ഞാൻ ചിത്താണ്, എന്റെ മുമ്പിൽ കാണുന്നതെല്ലാം അസത്യമാണ്. ഫലത്തിൽ എന്ത് സംഭവിക്കുന്നു? രണ്ടുപേരും അസത്യമായി പോകും. അല്ലേ? രണ്ടിടത്തും ഒരേ യുക്തിയല്ലേ? ഞാൻ പറയുന്നു ഞാൻ ചിത്താണ്, എന്റെ മുമ്പിലുള്ളത് എന്നുവെച്ചാൽ എന്റെ മുമ്പിലിരിക്കുന്നത് നീ അസത്യമാണ്. നീ പറയുന്നു എന്താണ്? ഞാൻ ചിത്താണ്, എന്റെ മുമ്പിലിരിക്കുന്ന നീ അസത്താണ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് നീ അസത്തായി, നിന്നെ സംബന്ധിച്ച് ഞാൻ അസത്തായി. പിന്നെ എവിടെ അസത്യം എന്ന് പറഞ്ഞാൽ ഇത് പരസ്പരം നിഷേധിക്കാനല്ലേ ഉപകരിക്കത്തുള്ളൂ. ഒന്നിനെ സ്വീകരിക്കും, മറ്റൊന്നിനെ തള്ളിക്കളയാനും പറ്റും. ഞാൻ പറയുന്നത് ശരി, നീ പറഞ്ഞത് തെറ്റെന്ന് എനിക്ക് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ നീ പറഞ്ഞത് ശരിയാണ്. കാരണം രണ്ടുപേരും പറഞ്ഞ ഒരേ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എന്താണോ? ഞാൻ ചിത്ത് സത്യം, നീ ദൃശ്യം, അതുകൊണ്ട് അസത്യമാണ് എന്ന് പറഞ്ഞു. എന്ന് പറയുമ്പോൾ എന്തായി? ഞാൻ പറഞ്ഞത് സത്യമായി, നീ അസത്യമായി.
ഇതേ കാര്യമാണ് നീയും പറയുന്നത്. എന്താണ്? നീ പറയുന്നു ഞാൻ സത്യം, എന്നോട് പറയുന്നു നീ അസത്യമാണ്, കാരണം നീ ദൃശ്യമാണ്. അപ്പൊ രണ്ടുപേരും പറയുന്ന ഒരേ കാര്യമാണെങ്കിൽ ഒന്നുകിൽ രണ്ട് സത്യമായിരിക്കും, അല്ലെങ്കിൽ രണ്ടും അസത്യമായിരിക്കും. നമ്മളെന്താണ് പറയുന്നത്? ഞാൻ സത്യം, നീ അസത്യം. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ രണ്ടും അസത്യമായി. അപ്പൊ എവിടെ അദ്വൈതം? പറയുന്നു, നോക്കുക, സ്വപ്നത്തിൽ ചിന്തിച്ചു നോക്കുക. അവിടെ എന്താണ്? സ്വപ്നത്തിൽ ഞാൻ കണ്ടു ഹസ്തി. അവിടെ ആ ഹസ്തിക്ക് ഉണ്ടായിരുന്നു ചിത്തം. ഞാൻ ഹസ്തിയോട് പറഞ്ഞു എന്താണ്? ഞാൻ സത്യം, എന്റെ ദൃശ്യമായ നീ അസത്യം. ഹസ്തി തിരിച്ച് എന്നോട് പറഞ്ഞു എന്താണ്? ഞാൻ ചിത്ത് സത്യം, എന്റെ ദൃശ്യമായിരിക്കുന്ന നീ അസത്യം. ശരി, നോക്കാം. അവിടെ പിന്നെ ഏതാ ശേഷിച്ചത്? അവിടെ ശേഷിച്ചത് ഞാനും നീയും അല്ല, പിന്നെയോ കേവലം ആ ചിത്ത്. അത് ശേഷിച്ചു. ആ ചിത്താണ് അവിടെ ശേഷിച്ചത്. അവിടെ ഉണ്ടായിരുന്ന ഞാനും പോയി, അവിടെ ഉണ്ടായിരുന്ന നീയും പോയി. അപ്പൊ ഇങ്ങനെ നിഷേധിക്കുന്നതിലൂടെ വാസ്തവത്തിൽ നിഷേധിക്കുന്ന എന്തിനെയാണ്? എന്നെയും നിന്നെയാണ്, ചിത്തിനെയെല്ലാം നിഷേധിക്കുന്നത്. ആ ചിത്ത് നിഷേധിക്കപ്പെടാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇരുന്ന് വീണ്ടും ഇതേ കാര്യം പറയുന്നു. സ്വപ്നത്തിൽ അതിനെ നിഷേധിക്കാൻ പറ്റിയില്ല, ജാഗ്രതത്തിനും അതിനെ നിഷേധിക്കാൻ കഴിയുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്, നൈ സ്വപ്നെ ഹസ്തി ഹസ്തി ചിത്തം വാ വിദ്യതേ. സ്വപ്നത്തിൽ ഹസ്തിയില്ല, അവിടെ ഹസ്തിയുടെ ചിത്തം ഇല്ല. അതെല്ലാം എന്താണ്? ഒരേ ഒരു ചിത്തിന്റെ കൽപ്പനകളായിരുന്നു. ഹസ്തിയെ കൽപ്പിച്ചു, അതിന് ചിത്തത്തെ കൽപ്പിച്ചു, അതിന്റെ വിചാരങ്ങളെല്ലാം കൽപ്പിച്ചു. അത് ജാഗ്രതയിൽ നല്ല ഉറപ്പിച്ച് പറയാൻ കഴിയുന്നുണ്ട്. കാരണം സ്വപ്നത്തിൽ ഹസ്തിയും ഹസ്തിചിത്തത്തെയും എല്ലാം കണ്ടവനാണ് ജാഗ്രതയിലിരിക്കുന്നത്. ഹസ്തിയും ഹസ്തിചിത്തവും ഒന്നും ഇല്ലാതെ നിരപേക്ഷനായിരിക്കുന്നത്. അതുകൊണ്ട് ഉറപ്പിച്ച് ഇവിടെ പറയാൻ കഴിയുന്നുണ്ട്. തഥാ ഇഹാബി വിവേകിന, അതാണ് വിവേകം. അതുള്ളവനാണ് വിവേകി. അപ്പൊ ഇവിടെ ഈ ജാഗ്രതത്തിലും ആ വിവേകത്തോടു കൂടിയിരിക്കുന്നവൻ, സ്വപ്നത്തിലെ ഹസ്തിയും ഹസ്തിചിത്തവും പരമാർത്ഥമല്ല എന്ന് ബോധിച്ചവൻ, അവൻ ഇവിടെയും ബോധിക്കുന്നു. എന്താണ്? ഈ കാണുന്ന നീയും നിന്റെ ചിത്തവും സർവവും ഈ ചിത്തിന്റെ ദൃശ്യങ്ങളാണ്. അതിനെയാണ് നമ്മൾ വേറൊരു രീതി പറയുന്നത്. എന്താണ്? ഇത് പുസ്തകമാണ്, ഇത് പേനയാണ് എന്ന് പറയുന്നു. ഇതെല്ലാം ചിത്തത്തിലെ കേവലം പ്രതീതിയാണ്. പ്രതീതിക്കപ്പുറം ഇതിനൊരു നിലനിൽപ്പില്ല. ഇത് വിവേകികളുടെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞ് തുടർന്ന് അടുത്ത രണ്ട് പാദങ്ങൾ വ്യാഖ്യാനിക്കുന്നു. ഉഭേഹ്യന്യോന്യദൃശ്യേതേ കിം തസ്തീതി നോച്യതേ ലക്ഷണാശൂന്യം ഉഭയം തന്മാത്തേനൈവ ഗൃഹ്യതേ.